ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു വെജ് ബിരിയാണി തയ്യാറാക്കാം. അതിനായി ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇത് സോയാബീനാണ്. ഇത് 10 മിനിറ്റ് ചുടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ളതാണ്. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഒന്ന് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ലെമണിൻ്റെ ഹാഫും കൂടെ ചേർക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. ചോറ് കുക്കറിൽ റെഡിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാളയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്ത്, ഇപ്പം വെള്ളം നല്ലോണം തെളിച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കുതിർത്ത് വെച്ച ബാസ്മതി റൈസും കൂടെ ചേർത്ത് ഒരു വിസിൽ കൊടുക്കാം. ഇപ്പോൾ ചോറ് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റും 6 ബീൻസും കൂടെ കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒരു വിസിലും കൂടി കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ചോറിട്ടെടുക്കാം. കുക്കറിൻ്റെ ഒരു വിസിൽ കൊടുത്താൽ മാത്രം മതി, എയർ ഒഴിവാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ആക്കി വെച്ച സോയാബീനും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം ഇതിൻ്റെ കൂടെ. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം.